Hello beautiful life around the world. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് GoPro Hero 9 എങ്ങനെ ഹെൽമെറ്റിൽ മോട്ടോവ്ലോഗിംഗ് ചെയ്യുന്നതിന് വേണ്ടി സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനൊരു മീഡിയ മോഡ് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഹെൽമെറ്റിൽ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഞാൻ GoPro വാങ്ങിച്ച സമയത്ത് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഒരു അഡസീവ് മൗണ്ട് ആണ് ഈ ഭാഗത്ത് വെച്ചിട്ടുള്ളത്. ഇതിന് കൂടെ ഒരു ജെ മൗണ്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഹെൽമെറ്റിനകത്ത് കണക്ട് ചെയ്യുന്നത്. ഇതുപോലെയാണ് കണക്ട് ചെയ്യുക. That's it. ഓക്കെ, അതിനുശേഷം നമുക്ക് ഹെൽമെറ്റിനകത്ത് ക്യാമറ കണക്ട് ചെയ്യാം. സ്റ്റഡ്സിൻ്റെ ഒരു ഹെൽമെറ്റാണ്. ഞാനത് 2014 വാങ്ങിച്ചത്. ഇതിൻ്റെ ഈ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പ് ഹെൽമെറ്റാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ യൂസ് ചെയ്യാം. ഈ ഫ്രണ്ട് സൈഡ് നമുക്ക് കവർ ചെയ്യാം. നമുക്കൊരു 3.5 mm മൈക്ക് അഡാപ്റ്ററാണ് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ കഴിയുക. ഏകദേശം 1 മീറ്ററിനകത്ത് ലെങ്ത് ഉണ്ട്. ഇത്രയും ലെങ്ത്തിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഇത്തരത്തിലുള്ള മൈക്കുകൾ വരുന്നത് ഇത്രയും ലെങ്ത്തോട് കൂടിയിട്ടുള്ള കേബിളാണ്. അപ്പോൾ ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഹെൽമെറ്റിനകത്തൊരു സൈഡിലായിട്ടായിട്ട് വൃത്തിയായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഹെൽമെറ്റ് ഉപയോഗിച്ച് ജസ്റ്റ് ഒരു റൈഡ് പോയി നോക്കാം. ഈ മൈക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുണ്ട്, എത്രമാത്രം ക്വാളിറ്റി ഉണ്ട്, ശബ്ദം എങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നു, അത്ര കാര്യങ്ങളും ചെക്ക് ചെയ്യാം. ഓക്കെ, ഹലോ ബ്യൂട്ടിഫുൾ ലൈഫ് അറൗണ്ട് ദ വേൾഡ്. ഞാൻ നമ്മുടെ GoPro Hero 9 മീഡിയം മോഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്നതാണ്. സോ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം GoPro Hero 9 മീഡിയ മോഡ് കണക്ട് ചെയ്തിട്ട് അതിനകത്തൊരു ലെവലിയർ മൈക്ക് കണക്ട് ചെയ്തിട്ടുള്ള അതിൽ നിന്നുള്ള ശബ്ദമാണ്. സോ മോട്ടോ വ്ളോഗിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ഞാനിനി ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി. ശബ്ദമെല്ലാം വളരെ ക്ലിയറാണ്, പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് GoPro 9 ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ അതിൻ്റെ ഒരു അഡാപ്റ്റർ കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ അഡാപ്റ്റർ നമ്മൾ സാധാരണ കേസിനകത്ത് യൂസ് ചെയ്യാൻ കഴിയില്ല. അതിന് ഒരു അഡീഷണൽ തേർഡ് പാർട്ടി ഒരു കേസ് വാങ്ങി യൂസ് ചെയ്യണം. പക്ഷേ അതെനിക്കൊരു ബൾക്കി സൈസായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ കൂടെ തന്നെ GoPro Hero 9 മീഡിയ മോഡ് ഇറങ്ങി. പെർഫെക്റ്റാണ്, എനിക്കിതുവരെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അത്ര ബൾക്കി ആയിട്ടുള്ളൊരു സൈസൊന്നും അല്ല. നല്ലൊരു കേസായിട്ട് യൂസ് ചെയ്യുക, ഷോർട്ട് ഗൺ മൈക്കായിട്ട് യൂസ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമുക്കിതിൻ്റെ കൂടെ ഈ മീഡിയ മോഡിൻ്റെ കൂടെ നമുക്ക് ലൈറ്റ്, ഇപ്പോൾ നൈറ്റിലൊക്കെ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വ്ളോഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് കണക്ട് ചെയ്യാം. ആളുകൾക്ക് ഈ ഡിമ്മ് ലൈറ്റ് ഇട്ട് തരാൻ എന്തോ ഒരു പ്രയാസമാണ്. ഓക്കെ, ആദ്യം പട്ടാമ്പിയിൽ ഒരു KSRTC കൂടി പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. ആദ്യം പട്ടാമ്പിയിൽ 2 ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഒരെണ്ണം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും പിന്നെ ഒരെണ്ണം KSRTC ബസ് സ്റ്റാൻഡും. പിന്നീട് ആ KSRTC ബസ് സ്റ്റാൻഡ് ക്ലോസ് ചെയ്തു.
അപ്പോൾ അതിനുശേഷം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഇവർ കൂടി നിർത്തുന്നത്. സോ അത് കാരണം ഭയങ്കര റഷാണ്. ഓക്കെ, നമ്മുടെ പുറകിലൊരു KSRTC ബസ്സുണ്ട്. ഞാൻ ഈ ഒരു 6 മണിക്ക് ശേഷം ഒന്നും ബൈക്ക് എടുത്ത് പുറത്തേക്ക് വരാൻ തീരെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഇതിപ്പോൾ ഞാൻ ഈ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ് കേട്ടോ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി, സംഭവം യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് ഉണ്ടെങ്കിലും ശരി, നമ്മളൊരു സാധനം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിവ്യൂ ഇട്ടിട്ട് നിങ്ങളെ അറിയിക്കണ്ടേ, അങ്ങനെയല്ലേ? എൻ്റെ ബാക്കിലെ ടയറ് മാറ്റാനായിട്ടുണ്ട്. പക്ഷെ ഞാനൊരു 27,750 കിലോമീറ്ററാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. ഞാനതൊരു 30,000 ആയിട്ട് മാറ്റണം എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഓഡോമീറ്റർ വർക്ക് ചെയ്യുന്നില്ല, ഒന്നും വർക്ക് ചെയ്യുന്നില്ല, സ്പീഡും ഒന്നും വർക്ക് ചെയ്യുക. എന്താണിത്? ഈ റോഡ് നിലമ്പൂർ പെരുമ്പിലാവ് സ്റ്റേറ്റ് ഹൈവേയുടെ പാർട്ടാണ്. പെരിന്തൽമണ്ണയിൽ നിന്ന് പട്ടാമ്പിക്കുള്ള റോഡ്. പക്ഷേ ഇത് ഇപ്പോൾ അടുത്ത് 1 വർഷത്തോളമായി, 1 വർഷമല്ല, ഏകദേശം 2 വർഷമാവുന്നു റീടാർ ചെയ്ത് ശരിയാക്കിയിട്ട്. പക്ഷേ ഇത് വീതി കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. ഇതിവിടെ സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ചെറിയ സംഭവമാണ്. കുറച്ച് സ്പീഡ് കുറയുന്നുണ്ട് ഇവിടെ ഒരു സ്ഥിരം അപകടം നടക്കുന്നൊരു ഡേഞ്ചർ സോണാണ്. പോലീസ് എന്താണ് ഇപ്പോൾ ഇത്? സോ ഇതാണ് പട്ടാമ്പി ടൗണിലേക്കുള്ള ഒരു എൻട്രിയാണ്. ഇവിടെയാണ് ഈ വലതുവശത്ത് കാണുന്നതാണ് പട്ടാമ്പിയിലെ മത്സ്യ മാർക്കറ്റ്. ഓക്കെ, എൻ്റെ പെട്ടികളും കുറച്ച് പേരിപ്പോഴും മീൻ വാങ്ങുന്നുണ്ട്. എനിക്കറിയാം ആ ചേട്ടൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാനാണെന്നുള്ളത്. അവർക്കതെല്ലാം അവസരം കൊടുത്താൽ നമുക്ക് റിസ്ക് ഒഴിവാക്കാം. ഭയങ്കര തിരക്ക്. ഇന്നെന്താഴ്ച? വെള്ളിയാഴ്ച. ഈ സമയത്ത് പൊതുവെ ഇങ്ങനെ തിരക്കുണ്ടാവേണ്ട കാര്യമുണ്ടോ? ഞാൻ മിക്ക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് യൂട്യൂബിലായാലും ശരി ഇൻ്റർനെറ്റിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ചെക്ക് ചെയ്യും. അത് ഇപ്പോൾ യൂട്യൂബേഴ്സൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ തന്നെ ധാരാളം വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് കാണുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഇതിൽ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടണ്ടേ, കറക്റ്റായിട്ട് റിവ്യൂ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഏതായി മോട്ടൽ അങ്ങനെ സമ്മതിക്കണല്ലേ? നിങ്ങൾക്ക് പറ്റും അങ്ങനെ? എനിക്ക് പറ്റില്ല. ഒരു കയ്യിൽ മൊബൈൽ, പിന്നെ ഒരു സ്കൂട്ടർ ആയതുകൊണ്ട് ഗിയറിൻ്റെ പ്രശ്നമില്ല. KL 53R. ഓക്കെ, ഇപ്പോൾ പട്ടാമ്പി സബ് RTOയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പർ സീരീസ് എന്ന് പറയുന്നത് KL 52 ആണ്. പട്ടാമ്പി R എന്നുള്ള ആൽഫബറ്റാണ്. R ഒരു സീരീസിലുള്ള നമ്പേഴ്സാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു പുതിയൊരു ബൈക്ക് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി 15 ഇയേഴ്സായി. 2006 ജൂൺ 19 ഞാൻ ഈ ബൈക്ക് എടുത്തത്. TVSൻ്റെ അപ്പാഷെ സീരീസിലെ ഫസ്റ്റ് മോഡലാണ് 150cc. സോ ഞാൻ എൻ്റെ ബൈക്ക് എടുത്ത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കൃത്യം 11 ദിവസം കഴിഞ്ഞപ്പോഴാണ് പുതിയ നമ്പർ സീരീസ് വന്നത്. അതായത് പട്ടാമ്പിയിലേക്ക് അന്ന് വരെ KL 09 പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ രജിസ്ട്രേഷൻ നമ്പറായിരുന്നു. പിന്നീട് 2006 ജൂലൈ 1 തൊട്ടിട്ടാണ് പുതിയ നമ്പർ സീരീസ് വന്നത്. പട്ടാമ്പി RTOക്ക് KL 52 എന്ന നമ്പർ കിട്ടിയത്.
അതിനുശേഷം ഇപ്പോൾ എത്ര വർഷമായി? 15 വർഷമായി. ഈ 15 വർഷം കൊണ്ട് ആ സീരീസ് KL52 എന്ന് പറയുന്ന ആ ഒരു സീരീസിൽ 9,999 വെഹിക്കിൾസാണല്ലോ രജിസ്റ്റർ ചെയ്യാം. പിന്നീട് KL52 A, B, C, D, E, F അങ്ങനെ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസ് 6ആണ്. എത്ര നമ്പേഴ്സായി, എത്ര വെഹിക്കിൾ രജിസ്ട്രേഷൻ നടന്നു ഈ ഒരു 15 വർഷം കൊണ്ട്. ഇത് പട്ടാമ്പിയുടെ കേസ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ കേരളത്തിൽ, ഇന്ത്യയിൽ എത്ര വെഹിക്കിൾസായി ഞാൻ പറയുന്നില്ല കേട്ടോ. സിറ്റി ട്രാഫിക്കിൻ്റെ മേജർ സംഭവം തന്നെ. പിന്നെ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ വാങ്ങിക്കുക എന്നുള്ള ഓരോരുത്തരുടെ ആഗ്രഹവും ആവശ്യവുമാണ്. ഇപ്പോൾ ആഗ്രഹത്തിനപ്പുറം അതൊരു ആവശ്യമായി മാറിയിട്ടുണ്ട് വെഹിക്കിൾ, കാറുകളും വണ്ടികളെല്ലാം അല്ലേ. എനിവേ ചേട്ടാ, വെറുതെ ഹോൺ അടിച്ചിട്ടൊരു കാര്യമില്ല. എൻ്റെ മുന്നിലുള്ള വണ്ടികളുടെ മുകളിൽ കൂടെ പറപ്പിക്കാനൊന്നും പറ്റില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലും എസ്പെഷ്യലി കേരളത്തിലൊക്കെ ഉണ്ടാവുള്ളൂ ഈ കൗണ്ട് ഡൗൺ ടൈം സെറ്റപ്പ് ഇട്ടാൽ. കാരണം അത്ര ക്ഷമയില്ലാത്ത ആളുകളാണ് നമ്മളെ നാട്ടുകാർ. ഞാനും ആ നാട്ടുകാരൻ്റെ ഒരാളാണ്. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ. എന്തൊരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ് ആശാന്. ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഉള്ള ഈ ഓവർടേക്കിംഗ് ഉണ്ടല്ലോ, ഭയങ്കര മണ്ടത്ര കേട്ടോ. ഓറഞ്ച് എന്താ? ഇതൊരു 1.5 അടിക്കുന്ന 1.5 അടിക്കും. ആ ഓറഞ്ച് 1.5 100, 2 കിലോ 100. ഏതാണ്ട് അത് 2 കിലോ 100. വേറെന്താ? മതിക്കോ. 100 രൂപ ഓറഞ്ച്. 3 കിലോ 100 രൂപയ്ക്കൊക്കെ കൊടുത്തിരുന്നത്. എപ്പോഴെന്നറിയാം, ഈ ഫ്രൂട്ടിന് തീരെ ഡിമാൻഡില്ലാത്ത മഴയുള്ള സമയത്ത്. ഇപ്പോൾ വേനൽക്കാലമില്ലേ, ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഡിമാൻഡ് കൂടി, പ്രൈസ് കൂടി. എൻ്റെ നാട്ടിൽ ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു കുടിവെള്ള പദ്ധതിയുടെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ സൈഡിൽ ഇതുപോലെ JCB ഉപയോഗിച്ച് കുഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ചില ഭാഗത്തുനിന്ന് മണ്ണിട്ട് മൂടിയിട്ടില്ല. പിന്നെ അത് അത്ര പെർഫെക്റ്റായിട്ട് അവർ ചെയ്യില്ലല്ലോ. മാത്രമല്ല റോഡിൻ്റെ ഈ സൈഡിലുള്ള മറുവശത്തുള്ള വീടുകളിലേക്ക് പൈപ്പ് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി റോഡ് ഇതുപോലെ പൊളിച്ചിരിക്കുകയാണ്, കണ്ടില്ലേ. എന്നിട്ട് പിന്നെ അത് ജസ്റ്റ് മണ്ണിട്ട് മൂടും, അത്രേ ഉള്ളൂ. പക്ഷെ ഭയങ്കര പൊടിയാണ്, അതാണ് പ്രശ്നം. വണ്ടി പോയി കഴിഞ്ഞാൽ, എന്തായാലും വാഹനങ്ങൾ ഇതിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര പൊടിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ എത്രയോ നാളുകൾക്ക് മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് ഇനിയും ഇങ്ങനെ ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ മേജർ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഒരു പൈപ്പ് ഇട്ട് കഴിഞ്ഞു, അത് പോയി. പക്ഷേ ഇനിയൊരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും പൊളിക്കുകയാണ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്, അല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളിലേക്ക് എത്താമെന്ന പ്രത്യാശയോടെ നിങ്ങളിൽ നിന്നും കൂടെ പറയുന്ന മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ഷാൻ.